കോടികൾ വില മതിക്കുന്ന കൊക്കൈൻ ഗുളിക രൂപത്തിൽ പ്ലാസ്റ്റിക് ആവരണത്തിലാക്കി വിഴുങ്ങി കടത്തിക്കൊണ്ടുവന്ന ആഫ്രിക്കൻ സ്വദേശികളായ സ്ത്രീയും പുരുഷനും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിൽ. ടാൻസാനിയൻ സ്വദേശികളായ ഒമരി അതുമാനി ജോങ്കോ, വെറോനിക്ക അഡ്രേഹലം നെടുങ്കുരു എന്നിവരെയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടിയത്. 100ഓളം ഗുളികകളുടെ രൂപത്തിൽ 1 കിലോ 945 ഗ്രാം കൊക്കൈനാണ് ഒമരി അതുമാനി ജോങ്കോയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തത്. 19 കോടി രൂപ വില വരും. വെറോനിക്കയുടെ ശരീരത്തിലും 2 കിലോയോളം കൊക്കൈൻ ഉണ്ടെന്നാണ് സൂചന. ഇതുവരെ 1.8 കിലോ പുറത്തെടുത്തെന്നാണ് വിവരം. 16-ന് എത്യോപ്യയിൽ നിന്ന് ദോഹ വഴി ബിസിനസ് വിസയിൽ കൊച്ചിയിലെത്തിയതാണ് ഇവർ. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചെങ്കിലും മയക്കുമരുന്ന് കണ്ടെത്താനായില്ല. ആശുപത്രിയിൽ എത്തിച്ച് എക്സ്റേ പരിശോധന നടത്തിയപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഒരാഴ്ച കൊണ്ടാണ് ഒമരിയുടെ ശരീരത്തിൽ നിന്ന് കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തത്. ഗുളികകളെല്ലാം പുറത്തെടുത്ത് തീരാത്തതിനാൽ വെറോനിക്ക ഇപ്പോഴും ആശുപത്രിയിലാണ്. പഴവർഗ്ഗങ്ങൾ കൂടുതലായി കഴിപ്പിച്ച് വയറിളക്കിയാണ് പുറത്തെടുക്കുന്നത്. വിപണിയിൽ കൊക്കൈന് കിലോയ്ക്ക് 9 കോടിയിലേറെ വില വരുന്നതിനാൽ ഒരു കാരണവശാലും പിടിക്കപ്പെടരുത് എന്നതിനാലാണ് വിഴുങ്ങുന്നത്. ദഹിക്കാതിരിക്കാൻ പോളിത്തീൻ ആവരണം ക്യാപ്സൂളുകൾക്കുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് പൊട്ടി മില്ലിഗ്രാം പോലും ശരീരത്തിലെത്തിയാൽ മരണം ഉറപ്പാണ്. കൊക്കൈൻ നൽകുന്ന സംഘത്തിനും കൊണ്ടുവരുന്ന ഇവർക്കും വലിയ ലാഭമാണ് കിട്ടുക. കാരിയർക്ക് വിപണി വിലയുടെ 10% വരെ കമ്മീഷൻ കൊടുക്കുന്ന അന്താരാഷ്ട്ര ലഹരി സംഘങ്ങളുണ്ട്. കൊച്ചിയിലിറങ്ങിയ ശേഷം ആഭ്യന്തര വിമാനത്തിൽ ഡൽഹിയിലോ മുംബൈയിലോ എത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആഫ്രിക്കൻ ലഹരി മാഫിയ സംഘങ്ങൾ ഇവിടങ്ങളിൽ സജീവമാണ്. ഇവിടെ നിന്നാണ് റോഡ് മാർഗം ഗോവ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് കൊക്കൈൻ എത്തുന്നത്.